പാകിസ്ഥാനിൽ പോലും നമ്മളെ വയനാടിനെ ജനങ്ങൾ സേവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ചൂക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത 2 മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ പഴയ പോലെ തന്നെ പോയോല് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മൾ ചെയ്യൂട്ടോ. വയനാട് ദുരന്തത്തിൽ ഇന്ത്യയെ അപമാനിച്ചും പാകിസ്ഥാനെ പുകഴ്ത്തിയും ഗൾഫിൽ പ്രചാരണം. 2 കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉണ്ട്. അവർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്ക് പാകിസ്ഥാൻ മരുമകനുണ്ട്. പാകിസ്ഥാന്റെ സഹായം വിവരിക്കുകയാണ് വീഡിയോയിൽ. വയനാട്ടിൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. വീട് വയ്ക്കും, അല്ലെങ്കിൽ ഒരു വീട് ദത്തെടുക്കും. ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ആൾക്കാർ, അതായത് ഇന്ത്യക്കാരും കേന്ദ്ര സർക്കാരും. വയനാടിനെ ഇവർ നോക്കിയില്ലെങ്കിലും നമ്മുടെ ആൾക്കാരുണ്ട്. നമ്മുടെ ആൾക്കാർ നോക്കുമെന്നും ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. വയനാട്ടില് പാകിസ്ഥാനി മരുമോന്റെ ഒരു കൈത്താങ് എന്ന് പറഞ്ഞ എല്ലാ ചാനലിലും ഉണ്ട്. ആ മരുമോനെ എനിക്ക് മാസയുടെ 15ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ കണ്ടുകിട്ടി. പാകിസ്ഥാനിൽ പോലും നമ്മളെ വയനാടിനെ ജനങ്ങൾ സേവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ചൂക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത 2 മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഈ മാസയുടെ ഗ്രൂപ്പ് ഒരു കുടുംബത്തിനെ മുഴുവൻ ഒരു ദത്തെടുക്കാൻ പോവാ അല്ലേ? ഒരു വീടാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള കുടുംബത്തിനെയും ഏതായാലും പഠിച്ച ഹൈറാക്കട്ടെ. നമ്മള് അത്രത്തോളം നമ്മൾ ഗൾഫ് മലയാളികൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വയനാട്. അവിടേക്കാണ് നമ്മളെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാതെ നമ്മളെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും പറ്റാത്ത 2 കേന്ദ്രമന്ത്രിമാരും കുറച്ച് അത് കേരളത്തിൽപ്പെട്ട സ്ഥലം, ഇന്ത്യ കേരളത്തിൽപ്പെട്ട സ്ഥലമല്ല എന്ന് അവരൊക്കെ വിചാരം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഓലൊന്നും നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ മലയാളികളുണ്ട് ഇവിടെ. ഒറ്റക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ പഴയ പോലെ തന്നെ പോയോല് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മൾ ചെയ്യൂട്ടോ. വയനാട്ടിൽ മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും സഹായങ്ങൾ എത്തിക്കുന്നു. പ്രവാസി മലയാളികൾ കണ്ണീരോടെ വയനാട്ടിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നു. സർക്കാരുകൾ ഒന്നായി നിൽക്കുന്നു. ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്യുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിച്ചത് മുഖ്യമന്ത്രി. മോദിക്കൊപ്പം എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഒപ്പം നിന്നു. വയനാട്ടിൽ 2 കേന്ദ്രമന്ത്രിമാരും എത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടിനെയും ദുരിതാശ്വാസത്തെയും ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചു. മാത്രമല്ല, വയനാട്ടിൽ എല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത ഭൂമിയിലും പരിക്കേറ്റവരെയും അദ്ദേഹം കണ്ടു. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി, ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരെ, മരിച്ചവരുടെ ബന്ധുക്കളെ ചേർത്തുപിടിച്ചും പുറത്തു തട്ടിയും ആശ്വസിപ്പിച്ചു. കുട്ടികൾക്കൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചിലവിട്ടു. വയനാട്ടിന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ കണ്ണീരൊപ്പാൻ നേരിട്ട് എത്തിയത്. ഇതിൽ വലിയ ഒരാൾ ഇന്ത്യ രാജ്യത്തു നിന്നും വയനാട്ടിലെത്താനില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇന്ത്യ രാജ്യത്തെയും സുരേഷ് ഗോപിയെയും മന്ത്രി ജോർജ് കുര്യനെയും എല്ലാം വർഗീയമായി ചിത്രീകരിച്ച് ഗൾഫിൽ നടക്കുന്ന പ്രചാരണം. ഏറ്റവും വേദന എന്നത് ഈ ദുരന്തത്തിൽ സ്വന്തം രാജ്യം, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരെ പാകിസ്ഥാന്റെ പേരും മഹത്വവും പറഞ്ഞ് താഴ്ത്തിക്കെട്ടുകയാണ്. പാകിസ്ഥാനെ പുകഴ്ത്തുകയാണ്. ഇന്ത്യയെ ഇകഴ്ത്തി അപമാനിക്കുകയാണ്. ഒരു അറബിയുടെ കടയുടെ പ്രൊമോഷനാണ് ഇത്തരത്തിൽ നീചമായി ചെയ്യുന്നത്. അറബിമാർ പോലും ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തി പാകിസ്ഥാനെ ഇങ്ങനെ ഈ ദുരന്തത്തിൽ പുകഴ്ത്തുന്നത് പൊറുക്കാൻ പാടില്ല. ഗൾഫിലെ ഒരു മലയാളിക്കും ഇതൊന്നും പൊറുക്കാനാകില്ല. ഗൾഫിലെ ഒരു ഇന്ത്യക്കാരനും പൊറുക്കാനും സഹിക്കാനുമാകില്ല. ഇത് എങ്ങനെയാണ് ഇന്ത്യ വിട്ടാൽ ഇത്തരക്കാർക്ക് പാകിസ്ഥാൻ ഹൃദയത്തിൽ കയറുന്നത്? നോക്കുക, ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാനെ വയനാട്ടിലേക്ക് ക്ഷണിക്കുന്നു. വയനാട് പാകിസ്ഥാൻ നോക്കുമെന്നും ഇന്ത്യ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നു. ഇത് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ കൈയടിക്കുന്നു. സുപ്രധാനമായ മറ്റൊരു കാര്യം, ഇതിൽ കേരള സർക്കാരിനോ കേരള മന്ത്രിമാരെയോ വിമർശിക്കുന്നില്ല. വിമർശിക്കുന്നത് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയുമാണ്. അതിനാൽ തന്നെ വിമർശനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും വിഭജനത്തിന്റെ അജണ്ടയും പാകിസ്ഥാൻ ചേരിയിൽ നിന്ന് നടത്തുന്ന പ്രചാരണവും ഏറെ വ്യക്തം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.